is Vijita Anish, NCLEX RN trainers at Athena Coaching Center. NCLEX RN exams in വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓരോ കാൻഡിഡേറ്റും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ ഓപ്ഷൻസിനെ അപ്രോച്ച് ചെയ്യുന്നു, ഏത് രീതിയിൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് നമ്മുടെ എക്സാമിന്റെ റിസൾട്ടിൽ. ഫൈൻ. അപ്പോൾ ഏറ്റവും പ്രോപ്പർ രീതിയിൽ പ്രോപ്പർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഓക്കെ, സോ വിൽ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ. ഇതൊരു പീഡിയാട്രിക് നഴ്സിംഗ് ക്വസ്റ്റ്യൻ ആണ്. സോ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. I'll read the question for you. The nurse is teaching the parent of a 4-month-old who has developed a positional plagiocephaly, it's flat head syndrome. Fine. Which statement by the parent indicate a need for further teaching? Okay. So when you approach the question il nammal shraddhikenda korchu points undu. Number 1 is the age. Age is 4 months old. And what is the condition here? Positional plagiocephaly. Okay. Positional plagiocephaly. അതിന് വേറൊരു പേരാണ് ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞ് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ഓക്കെ, സോ വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ പാരന്റ്? സോ പാരന്റ്സ് പറഞ്ഞിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതില് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻഡിക്കേറ്റ് എ നീഡ് ഫോർ ഫർദർ ടീച്ചിങ്? ഇതിൽ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നീഡ് ഫോർ ഫർദർ ടീച്ചിങ്? സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ലൈക്ക് നീഡ് ഫോർ ഫർദർ ടീച്ചിങ്, അതിന്റെ മീനിങ് എന്താണ്? എന്താണ് ഈ നീഡ് ഫോർ ഫർദർ ടീച്ചിങ്? നീഡ് ഫോർ ഫർദർ ടീച്ചിങ് എന്ന് പറഞ്ഞാലും അതുപോലെ അഡീഷണൽ ടീച്ചിങ് എന്ന് പറഞ്ഞാലും വിച്ച് ഓർഡർ ഹാസ് ടു ബി ക്ലാരിഫൈഡ്, ഇങ്ങനെയുള്ള ചില വേർഡ്സ്. നീഡ് ഫോർ ഫർദർ ടീച്ചിങ്, which of the following statement requires additional teaching, which of the following statement requires further clarification, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരിക്കൽ കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ അഡീഷണൽ ടീച്ചിങ് കൊടുക്കണം. ദാറ്റ് മീൻസ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റോങ് ആവുകയും അല്ലെങ്കിൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് പാരന്റ്സ് പറയുകയും ആ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് പാരന്റ്സ് അങ്ങനെ തന്നെ തെറ്റായിട്ട് മനസ്സിലാക്കി വെക്കുമ്പോൾ അത് ഉറപ്പായിട്ടും കുഞ്ഞിന് ഒരു ഡാമേജിലേക്ക് ലീഡ് ആവും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, whenever you see any of wrong statement, false practice, you have to correct them. ഓക്കെ, സോ അതിപ്പം നമ്മളെ നഴ്സിംഗ് നമ്മളെ കൊളീഗ്സ് റോങ് പ്രാക്ടീസ് ചെയ്താലും പാരന്റ്സ് റോങ് പ്രാക്ടീസ് ചെയ്താലും പേഷ്യൻസ് റോങ് പ്രാക്ടീസ് ചെയ്താലും വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി? യു ഹാവ് ടു വർക്ക് ഹാർഡ് ടു സോൾവ് ദാറ്റ്. ബിക്കോസ് നമ്മുടെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി എവിടെയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ്. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. സോ ഇവിടെ ഈ 4 സ്റ്റേറ്റ്മെന്റില് ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ ദ പാരന്റ് ഇസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഷീ ഓർ ദ പാരന്റ് റിക്വയർസ് ഫർദർ ടീച്ചിങ്. ദാറ്റ് മീൻസ് നമ്മൾ ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യേണ്ടത് ഒരു false statement ആണ്. Okay, so before moving to the options, you have to understand the question. Again, this is my sincere request. When you practice the question, read and understand the question first. Without proper understanding the question, please don't go and read the options. Because options നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ആ ഓപ്ഷൻസ് നമ്മളെ ഒരു രീതിയിലേക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻസ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും. പക്ഷെ സംടൈംസ് ഈ ഓപ്ഷൻസ് നമ്മളെ മിസ്ഗൈഡും ചെയ്യും. ക്വസ്റ്റ്യനെ കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പലപ്പോഴും ഓപ്ഷൻസ് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് ഇതെന്റെ റിക്വസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ക്വസ്റ്റ്യന്റെ കറക്റ്റ് തോട്ടും ക്വസ്റ്റ്യന്റെ കണ്ടന്റും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസിലേക്ക് നോക്കുക. അപ്പൊ പലപ്പോഴും ചിന്തിക്കും ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും ഒറ്റ സ്ക്രീനിലല്ലേ, പിന്നെ എങ്ങനെ നമ്മൾ ഓപ്ഷൻ നോക്കാതിരിക്കുന്നത്? നോക്കരുത് എന്ന് പറയുന്നത് നമ്മളെ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാണ്. ഇവിടെ പൊസിഷണൽ പ്ലാജിയോസെഫാലി ഓർ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം. സോ ഞാനൊരു ഇതിനകത്ത് തന്നെ
നമുക്ക് ജസ്റ്റ് ഇമേജ് നോക്കാം. ലുക്ക് അറ്റ് ദിസ്. മനസ്സിലായോ? അതായത് ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് എക്സ്റ്റെൻഡഡ് ടൈം ഒരു സെയിം പൊസിഷനിൽ തന്നെ കിടക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഒരു കുഞ്ഞിനെ നമ്മൾ ഒരു തല ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ച് ലോങ് പീരീഡിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഏരിയയിൽ, ഇവിടെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ക്രേനിയൽ ബോൺസ് കംപ്ലീറ്റ്ലി ഓസിഫൈഡ് അല്ല, അല്ലേ? അപ്പം ഇൻഫൻസിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേനിയൽ ബോൺസ് ഒരേ പൊസിഷനിൽ വെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹൈപ്പോ പ്രഷർ കാരണം ആ സോഫ്റ്റ് ക്രേനിയൽ ബോൺസിന് ഉണ്ടാകാവുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു മിസ് ഷേപ്പ് എന്ന് പറയാം, ഒരു അബ്നോർമൽ ഷേപ്പ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊസിഷണൽ പ്ലാജിയോസെഫാലി അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞിനെ ഒരു പൊസിഷനിൽ തന്നെ ലോങ് എക്സ്റ്റെൻഡഡ് പീരീഡ് വെക്കാതിരിക്കുക. മനസ്സിലായോ? ലോങ് എക്സ്റ്റെൻഡഡ് പീരീഡ് ഒരേ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യാതിരിക്കുക. സോ ഫ്രീക്വന്റ് ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുക. സി, ഹെഡ് പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മതി. അതായത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ തല ചെരിച്ച് വെക്കുമ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ കുറേ സമയം കിടക്കുന്നത് ബെറ്റർ അവോയ്ഡ് ചെയ്യുക. അതാണ് നമ്മളിവിടെ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെഷർ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ആൻഡ് ദാറ്റ് വുഡ് ബി കൺസിഡറിംഗ് ആസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ, so let me read the first option. I should alternate head position when the infant is supine. കുഞ്ഞ് supine പൊസിഷനിലാവുമ്പോൾ ഈ കുഞ്ഞിന്റെ ഹെഡ് പൊസിഷൻ മാറ്റണം, ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലാവുണ്ടോ? ഇതിവിടെ ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് I should place the infant in the prone position during naps. എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് നൈറ്റ് ടൈം ഉറങ്ങുമ്പോൾ ലോങ് ടേം സ്ലീപ്പിലല്ല, നാപ്പിൽ, അതായത് ഡേ ടൈമിൽ കുറച്ച് സമയത്ത് റെസ്റ്റിംഗ് പീരീഡിൽ അല്ലെങ്കിൽ നാപ്പ് ടൈമിൽ I should place the infant in the prone position. കുഞ്ഞിനെ പ്രോൺ പൊസിഷനിൽ കിടത്തും എന്നാണ് ഇവിടെ പാരന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സെക്കൻഡ് ഓപ്ഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു 2 months തുടങ്ങിയിട്ട് ഒരു 6 months വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ പൊസിഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ പ്രോൺ പൊസിഷൻ കിടത്തി ഉറക്കുമ്പോൾ, അതായത് പ്രോൺ പൊസിഷനിൽ കുഞ്ഞിനെ നമ്മൾ കിടത്തുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ലൈക്ക് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ, സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം, ഇതൊക്കെ വരാനുള്ള ഒരു കാരണം കുഞ്ഞിന് ഈ അബ്നോർമൽ പൊസിഷൻ ആണ്. അപ്പൊ പ്രോൺ പൊസിഷൻ ഒരു റിയൽ സപ്പോർട്ടിംഗ് പൊസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ സ്പീക്കിംഗ് അല്ല. പ്രോൺ പൊസിഷൻ ഒരു സേഫസ്റ്റ് പൊസിഷൻ ഇൻഫന്റ്സിന് അല്ല. കാരണം അത് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോമിലേക്കും അല്ലെങ്കിൽ നെയ്സൽ സഫോക്കേഷനിലേക്കും ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഓപ്ഷൻ അത്ര സേഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫോൾസ് ഓപ്ഷൻസ് കിട്ടിയാൽ ഇനി തേർഡ് ആൻഡ് ഫോർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? നിർബന്ധമായിട്ടും വായിക്കണം. കാരണം ഈ തേർഡ് ആൻഡ് ഫോർത്ത് ഓപ്ഷനും കൂടെ ഫോൾസ് ഓപ്ഷൻ അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ചില ക്വസ്റ്റ്യൻസിൽ 2 or 3 ഫോൾസ് ഓപ്ഷൻസ് കാണും. അതിനകത്ത് ഏറ്റവും ഫോൾസ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻസ് കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് റിമൈനിങ് ദ അതർ ഓപ്ഷൻസ് ആർ റോങ്. ക്ലിയർ? സോ ലെറ്റ് മീ റീഡ് ദ തേർഡ് ഓപ്ഷൻ. I will minimize the amount of time the infant is in the car seat. കാർ സീറ്റിൽ ഇരുത്തുന്ന ടൈം കുറയ്ക്കും എന്നുള്ളത് അതും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് കാർ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് പോസിബിൾ അല്ലല്ലോ. അപ്പൊ നമ്മളത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ദാറ്റ് ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് I will place interesting toys opposite the affected side. ഞാൻ കുഞ്ഞിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോയ്സ് ആ കുഞ്ഞിന്റെ ഒപ്പോസിറ്റ്സ്, അപ്പൊ കുഞ്ഞിനെ ഏത് സൈഡിലേക്കാണോ കിടത്തിയിരിക്കുന്നത് അതിന്റെ ഒപ്പോസിറ്റ് സൈഡിൽ കുഞ്ഞിന്റെ ഇഷ്ടമുള്ള
ടോയ്സ് കീപ്പ് ചെയ്യുന്നുള്ളത്. സോ ദാറ്റ് കുഞ്ഞ് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് തന്നെ നോക്കിയിരുത്തുന്നതിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടോയ്സ് വെച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് തിരിച്ച് അങ്ങോട്ടൊരു പൊസിഷൻ, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാനുള്ളൊരു ടെൻഡൻസി വരും. മനസ്സിലായോ? അപ്പോൾ ഐ വിൽ പ്ലേസ് ദ ഇൻട്രസ്റ്റിംഗ് ടോയ്സ് ഓപ്പോസിറ്റ് ദ അഫക്റ്റഡ് സൈഡ്. കുഞ്ഞിന്റെ ഏത് സൈഡാണ് അഫക്റ്റഡ്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ഉള്ളത് റൈറ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോയ്സ് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലായോ? അതും ഒരു പരിധി വരെ ഇതിന്റെ വേഴ്സണിങ്ങിലേക്ക് പോകുന്നത് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I should place the infant in the prone position during nap. During nap ആവട്ടെ, during night time ആവട്ടെ, prone position is not really good position because it can cause sudden infant death syndrome. Okay, അപ്പോൾ അതുകൊണ്ട് ഇൻഫൻസിന് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല prone position. Clear?